പച്ചമാങ്ങ കൊണ്ട് മീൻകറിയുടെ അതേ ടേസ്റ്റിൽ നല്ലൊരു പച്ചമാങ്ങ കറിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മാങ്ങയാണ് ഇതുപോലെ കുറച്ച് കനത്തിൽ അരിഞ്ഞെടുക്കാം, ഇച്ചിരി കട്ടിയിൽ അരിഞ്ഞെടുക്കണം. ശേഷം 3 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി ഇട്ട് കൊടുക്കാം. ഒരു 10-15 ചെറിയുള്ളി ഒന്ന് നെടുകെ കീറി അതും ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാങ്ങയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ഈ മാങ്ങയൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു 1/4 മുറി തേങ്ങ ഇതുപോലെ ചെരുകി എടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ മാങ്ങ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. മാങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിങ്ങനെ കഷ്ണമായിട്ട് കിടന്നോട്ടെ. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ഒരല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് ഈ കറിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് അല്പം കടുകും ഒരു അല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി ഒരു 5-6 ചുവന്നുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് കറി ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്